പിലിക്കോട് സ്കൂളിന് സമീപം മേൽപ്പാലം വേണമെന്ന ആവശ്യം ശക്തമാകുന്നു. ആയുർവേദത്തിലൂടെ ജീവിതത്തിനേകാം ആരോഗ്യവും ഉന്മേഷവും. കേശവതീരം ആയുർവേദ ഹോസ്പിറ്റൽ, ഏഴിലോട്, കണ്ണൂർ. കാലിക്കടവ് മുതൽ ചെറുവത്തൂർ വരെ ദേശീയപാത പൂർണ്ണമായും തുറന്നതോടെ പിലിക്കോട് പഞ്ചായത്തിൻ്റെ കിഴക്കൻ മേഖലയിലുള്ളവർക്ക് വിവിധ ഓഫീസുകളിലെത്തണമെങ്കിൽ കിലോമീറ്ററോളം സഞ്ചരിച്ച് വേണം കാലിക്കടവിലെത്താൻ എന്ന അവസ്ഥ വന്നിരിക്കുകയാണ്. തോട്ടംഗേറ്റ്, കരക്കക്കാവ്, കാലിക്കടവ് ടൗണിലുള്ള അടിപ്പാത എന്നിവ മാത്രമാണ് രണ്ട് ഭാഗത്തുള്ളവർക്ക് ബന്ധപ്പെടാനുള്ള പ്രധാന മാർഗം. നൂറുകണക്കിന് വിദ്യാർത്ഥികൾ ആശ്രയിക്കുന്ന പിലിക്കോട് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ, കാലിക്കടവ് കുടുംബ ക്ഷേമ ഉപകേന്ദ്രം, പിലിക്കോട് വില്ലേജ്, പിലിക്കോട് കൃഷിഭവൻ ഇവയെല്ലാം റോഡിൻ്റെ കിഴക്കുഭാഗത്താണുള്ളത്. സ്കൂളിനും വില്ലേജ് ഓഫീസിനും ഇടയിൽ കാൽനട യാത്രക്കാർക്ക് മേൽപ്പാലം ഒരുക്കണമെന്ന ആവശ്യവും ഇപ്പോൾ ശക്തമായിട്ടുണ്ട്. നൂറുകണക്കിന് ക്ഷീരകർഷകർ ആശ്രയിച്ചിരുന്ന പടുവളം ക്ഷീര സഹകരണ സംഘത്തിലേക്ക് ഇപ്പോൾ ക്ഷീരകർഷകർക്ക് പാലെത്തിക്കാൻ കഴിയാതെയായിരിക്കുകയാണ്. കിഴക്കൻ മേഖലയിൽ നിന്നും പുത്തിലോട്ട് സ്കൂളുകളിലേക്ക് പോകേണ്ട വിദ്യാർത്ഥികളും പ്രയാസത്തിലാണുള്ളത്. സ്കൂളിന് സമീപത്ത് കാൽനട യാത്രക്കാർക്ക് മേൽപ്പാലം നിർമ്മിക്കണമെന്ന് വില്ലേജ് ഓഫീസറും സ്കൂൾ അധികൃതരും നാഷണൽ ഹൈവേ അതോറിറ്റിക്ക് നിവേദനം നൽകിയിരുന്നെങ്കിലും ഒരു നടപടിയും ഇതുവരെ ആരംഭിച്ചിട്ടുമില്ല. പുതിയ അധ്യയന വർഷം ആരംഭിക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കിയിരിക്കെ ബസ്സുകളിലെത്തുന്ന വിദ്യാർത്ഥികൾ കാലിക്കടവിലോ തോട്ടം ഗേറ്റിലോ ഇറങ്ങി ദേശീയപാത മറികടന്ന് നടന്ന് വേണം ഇനി സ്കൂളിലെത്താൻ. കാലവർഷം കൂടി ആരംഭിക്കുന്നതോടെ കാലിക്കടവിലേക്കുള്ള യാത്ര ദുരിതപൂർണമാകും. വടക്കൻ വാർത്തകൾക്ക് വേണ്ടി പിലിക്കോടിൽ നിന്നും അജീഷ് കരക്കേരു. ആയുർവേദത്തിലൂടെ ജീവിതത്തിനേകാം ആരോഗ്യവും ഉന്മേഷവും. കേശവതീരം ആയുർവേദ ഹോസ്പിറ്റൽ, ഏഴിലോട്. പ്രകൃതിയുടെ മടിത്തട്ടിൽ വിശാലമായ ഇക്കോ ഫ്രണ്ട്ലി ക്യാമ്പസ്. ഒഴിച്ചിൽ, കിഴികൾ, ധാര, വസ്തി, നസ്യം, പഞ്ചകർമ്മ ചികിത്സകൾക്കെല്ലാമുള്ള വിപുലമായ സൗകര്യം. മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്ന സ്പെഷ്യാലിറ്റി വിഭാഗങ്ങൾ, വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം, കൃത്യതയാർന്ന പരിചരണം, പ്രകൃതിദത്ത ഭക്ഷണം. കേശവതീരം ആയുർവേദ ഹോസ്പിറ്റൽ, ഏഴിലോട്, കണ്ണൂർ.